ഹായ് എൻ്റെ ചങ്കുകളെല്ലാം എന്ത് പറയുന്നു? വീണ്ടും ഞാൻ വന്നു, ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നു. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്കും കമൻറ്റും പ്രത്യേകിച്ച് ഷെയറും. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഞാൻ ഇവിടെ വരെ എത്തിയതും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഞാൻ ഇന്നൊരു നാരങ്ങാച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പം ഇച്ചിരി കറിവേപ്പില നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്, നമ്മുടെ പറമ്പിലോട്ട് പോവുകയാണ്. നല്ല ചൂടോടുകൂടിയുള്ള കറിവേപ്പില നമുക്ക് ഒടിച്ചുകൊണ്ട് വന്ന് ഈ നാരങ്ങ അച്ചാറിടാം. ഉണക്കുകാലത്ത് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നല്ലതായിട്ട് തളുത്ത് വന്ന് നിൽക്കും ഈ ഇല, കണ്ടോ? അല്ലെങ്കിൽ ഉണക്കുകാലത്ത് ഉണങ്ങി നിൽക്കുകയുള്ളൂ, നമുക്ക് ഒരില പോലും കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്നു. നാരങ്ങയ്ക്ക് വെളുത്തുള്ളി, കറിവേപ്പില, അതിൻ്റെ തണ്ടോട് കൂടി ഇടണേ, ഇഞ്ചിയും കൂടെയാണ് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത്. നാരങ്ങ ഞാൻ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ആവിയിൽ ഉപ്പി പറ്റിച്ച് വേവിച്ച് വെച്ചേക്കുവാണ്. വേവിച്ചല്ല, വാട്ടിയെടുത്ത് വെച്ചേക്കുക. അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചേക്കുക. ഇപ്പം നാരങ്ങയ്ക്കൊക്കെ ഒരുപാട് വില കുറവാണ്. ഞാൻ ഈ എണ്ണയിലാണ്, എള്ളെണ്ണയിലാണ് ഞാൻ അച്ചാറിടുന്നത്. അപ്പോൾ കുറേ നാൾ വരെയും ഈ എണ്ണയിലിട്ട് വെച്ചാൽ നമുക്ക് വെളിയിൽ വെക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഇല്ല. വിനാഗിരിക്കകത്താണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് പോയി നമ്മൾ വിനാഗിരി ഒഴിച്ച് അച്ചാറിട്ടാൽ മതി. കേടുകൂടാതെ കുറേ നാളുകൾക്ക് കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിട്ട് വെച്ചാൽ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, എണ്ണ ഉപയോഗിക്കരുത്. നമുക്ക് കുറേ നാൾ കൂട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് ഈട് നിൽക്കത്തുള്ളൂ. നാരങ്ങയൊക്കെ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി അടപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് നല്ലതായിട്ട് ചൂടാക്കണം കേട്ടോ, തിളയ്ക്കണം, തിളച്ച് പറ്റണം. കുറച്ച് വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് നാരങ്ങയായിട്ട് കൊടുക്കാൻ മതി. ഒരുപാട് ചാറ് കിട്ടത്തില്ല, നമുക്ക് ചാറ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എനിക്ക് ചാറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത്.